എന്തൊക്കെ പറഞ്ഞാലും സഞ്ജു സാംസങ്. സാംസങ് അല്ല, നോക്കിയ. എടാ സാംസങ്. പേരെന്തായാലും അവന്റെ കളി വിസ്മയം. ആ വിസ്മയ തുമ്പത്തിരിക്കാണ് എന്റെ മോൻ. അവനും കളിക്കും തന്നെ. ഓ, അവന്റെ കളി കാണണം. കോച്ചി പിടിക്കും. അത് ഈ റൺസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കാലില് മസിൽ പിടിക്കാനായിരിക്കും. എടാ അല്ലടാ, പിന്നെ അത് കണ്ടാ നമുക്ക് പുളകം കൊള്ളും. അതല്ലേ അവന് ഞാൻ പുളകേശ് എന്ന് പേരിട്ടു. ഓ ദേ വരുന്നു നിന്റെ മോ പൊളകേശ്. അടി തന്നെ. കണ്ടാടാ, ബാറ്റും ബോളൊന്നും വേണ്ട എന്റെ മോന്. പുളകേശ് എന്താ നീ ഭയങ്കര കളിക്കാരനാന്ന് അച്ഛൻ പറഞ്ഞിട്ട് കഴിഞ്ഞ കളിയിൽ റൺഔട്ട് ആയ നല്ലടാ ഇവിടുത്തെ പിള്ളേര് പറയുന്നത്. എന്റെ അമ്മ കറക്റ്റിന് ഞാൻ ബാറ്റ് ആ ഗ്രീസിൽ കുത്തിയതാ. എവിടെ? സ്റ്റമ്പിന്റെ ഫ്രണ്ടില് പുട്ടുപൊടി വെച്ച് വരച്ചിടൂലേ. ഗ്രീസ് മറ്റേ നിറപറ പുട്ടുപൊടി തറപറ. അവന്റെ പുട്ടുപൊടി ഗ്രീസ് അല്ലടാ, ഓയില്. ഇവനെ പറ്റിക്കാണ്ടാ. എന്റെ മാമ അമ്പയർ കോയാണ്, അയാളെ ചതിച്ചു. താഴത്തെ മുജീബിന്റെ വീട്ടിൽ അപ്പുറത്തുള്ള കോയ. അവന്റെ വലത്തെ കണി ഞാൻ പെടുത്തു. സംസ്കാരം. എന്റെ പന്നച്ച കോയല്ല, കോഴ. ഒറ്റകളിയാന്ന്. ഒറ്റകളിയാ? നീ ആരോട് ഒറ്റ കളിക്കാൻ പോയി? അച്ഛന്റെ തന്റെ ക്രിക്കറ്റ് അറിഞ്ഞുണ്ടെങ്കിൽ വാടച്ചിരുന്നോണം. മാമ ഇത് കേക്ക്. നീ പറയടാ മോനെ. അതിന് മുന്നത്തെ ബോളിന്റെ കാലിൽ തട്ടിപ്പോ അങ്ങനെ BMW വിളിച്ച് എവിടെ പോവാണ്ടാ? ഔട്ടാക്കിന്ന്. എടാ LBWയുടെ ഡബ്ലിംഗ് ഞാൻ മോറ. നീ എന്തോ കളിക്കണ? BMW വെച്ച് നിന്നെ ഔട്ടാക്കി നീ അച്ഛന്റെ MIT എടുത്തോണ്ട് കേറാൻ ചെന്നടാ. ബോബ് മാളി എന്ന് പറയുമ്പോ ബാലമുരളി ഞാൻ പോന്നു പുല്ല്. എടാ എന്റെ മോന്റെ കളി കണ്ട ആരോ മുട്ടയിൽ കൂടോത്രം വെച്ചിട്ടുണ്ട്. അവന്റെ മുട്ട അടിച്ചങ്ങ് പൊട്ടിക്കണം. അതാരാ വരുന്നത്? നമ്മുടെ മോഹനന്റെ മോനും അവന്റെ പെണ്ണുമ്പിള്ളേ. നമ്മളെയും കൂടെ ഒക്കെ പരിചയപ്പെടുത്തണ എന്റെ പെണ്ണുമ്പിള്ളേ. ടീന, ഇത് ജോസഫ് മാമൻ, 60 വയസ്സ്, ഉടനെ നിര്യാതനാവും. ഇത് പുള്ളിയോട് സീനിയർ ആയിട്ട് പഠിച്ച കേശവൻ നായർ, 65 വയസ്സ്, ഇത് ഉടനെ പോവും. ഹായ് കാശു അങ്കിൾ. ഹായ് മോളു. ഹണിമൂണൊക്കെ എവിടെ ആയിരുന്നു മോളെ? Actually we went to Bali. Oh, Bali. Yeah, you also went to Bali. Yeah, Bali. You went, right? ബാഹുൽ. Okay, relax. കേശവ ഒന്നുമില്ല. എന്തിനാ നിന്റെ കയ്യില്? വേസ്റ്റ് എന്ന് കണ്ടിട്ട് തോന്നലല്ല. തോന്നില്ലേ? തിന്നത് കാണിക്കാൻ കൊണ്ടു നടക്കുന്നതാടാ. ആ പറമ്പിൽ കൊണ്ട് കളയാൻ പോന്നു. അതിനല്ലേടാ ഈ ഹരിത കർമ്മസേനയുള്ളത്. അവര് വീട്ടിന്റെ വാതിക്ക വന്നെടുത്തോണ്ട് പോത്തില്ലടാ. പിന്നെ എന്തിനടാ ഈ പറമ്പിലും തോട്ടിലും ഒക്കെ കൊണ്ട് കളയണ വേസ്റ്റ്? പിന്നെ അല്ലാതെ പോലെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഭയങ്കര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന മാലിന്യങ്ങള് അവര് കമ്പോസ്റ്റ് ആക്കി ഹരിതമിത്രം എന്നുള്ള പേരിൽ നല്ല ജൈവ വളങ്ങളായിട്ട് വിപണി കിട്ടുകയും ചെയ്യും. പിന്നെ അവര് ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊടിച്ച് അവര് റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഓ, എങ്കിൽ ഇത് മാമന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിക്കോ. എടാ നിന്റെ വീട്ടിലും വരൂടാ. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ കാണത്തില്ല, ഒന്നുകൂടെ ഹണിമൂൺ പോവാ. അപ്പൊ കൊടുത്തിരുന്നാ മതി. ഇത് കൊണ്ടുപോടാ. ഓ എന്തോന്നാ ഇപ്പൊ തിന്നണത്?